ഇവിടെ എസ് ജയശങ്കറിന്റെ ഗ്ലോബൽ പൊളിറ്റിക്സിനെ കുറിച്ചും ചൈനയുടെ ഇടപെടലുകളെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. China is also a neighboring country and in many ways will as part of competitive politics influence these countries. അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളിലടക്കം ചൈന നിരന്തരമായിട്ട് ഇടപെടാൻ ശ്രമിക്കുകയും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. I don't think we should be scared of China. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. I think we should say, okay, global politics is a competitive game. You do your best, I will do my best. നമ്മൾ അവരോട് പറയേണ്ടത്, ശരി, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്തോ, ഞാനും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ പരാതിയൊന്നും പറയേണ്ടതില്ല. Not to complain that China is doing. Answer is okay. If you are doing it, let me do better than you. ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് ഗെയിമാണെന്നും അവിടെ തീർച്ചയായിട്ടും മികച്ച രീതിയിൽ നമുക്ക് മത്സരിക്കാൻ കഴിയുമെന്നും ഉള്ള ഒരു സന്ദേശം കൂടിയാണ് ജയശങ്കർ പറയുന്നത്. അത് നമുക്കതിനെ ലളിതമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ മാൽഡീവ്സിൽ ചൈന അവരുടെ ഇൻഫ്ലുവൻസ് കൂട്ടാൻ ശ്രമിക്കുന്നു, ശ്രീലങ്കയിൽ ശ്രമിക്കുന്നു, നേപ്പാളിൽ ശ്രമിക്കുന്നു, ബംഗ്ലാദേശിൽ ശ്രമിക്കുന്നു. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവർ ഇങ്ങനെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചൈന ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ പോയിട്ട് പരാതി പറയുകയല്ല ചെയ്യേണ്ടത്. അയ്യോ, ദാ ചൈന മാൽഡീവ്സിൽ അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പരാതി പറയുന്നതിന് പകരം ചൈനയെ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിൻ്റെ അപ്പുറം നമുക്ക് കളിക്കാൻ പറ്റിയാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നതാണ് ആ ഒരു അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചൈന ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ചൈന നമ്മുടെ അയൽ രാജ്യങ്ങളിൽ വന്ന് പിടിമുറുക്കുന്നു എന്ന് പറയുന്ന ഒരു ഭയമോ ആശങ്കയോ ഒന്നും ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ചൈന ഇങ്ങോട്ട് പിടിമുറുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അപ്പുറം നമ്മളും അങ്ങോട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതായത് നമ്മൾ ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീലങ്കയിൽ ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ ഒരു തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശം നേടിയെടുത്തു. അവിടെ അവർ ഒരു പ്രധാന ശക്തിയായിട്ട് മാറാൻ ഒരു ശ്രമം നടത്തി. മാത്രമല്ല, ശ്രീലങ്കയിലെ അന്നത്തെ ഭരണകൂടം, രാജപക്സെ ഭരണകൂടം അതിനെ പിന്തുണച്ചു. പക്ഷെ ശ്രീലങ്കയിൽ പിന്നീട് എന്ത് സംഭവിച്ചു? ജനരോഷം ആ ഭരണകൂടത്തിനെതിരെ ആളിക്കത്തി. സാമ്പത്തികമായി ശ്രീലങ്ക തകർന്നു. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വീട്ടിലേക്ക് ജനം ഇരച്ചു കയറി. എന്തെല്ലാം ലഹളകളാണ് ശ്രീലങ്കയിൽ ഉണ്ടായത്. ആ സമയത്ത് സഹായഹസ്തവുമായിട്ട് ഇന്ത്യ എത്തുന്നു. അവിടുത്തെ പൊളിറ്റിക്സ് തന്നെ ഇന്ത്യ ചേഞ്ച് ചെയ്യുന്നു. ഇന്ന് അവിടെ ഭരിക്കുന്നത് ഇന്ത്യൻ അനുകൂല ഗവൺമെന്റ് ആണ്. ഏറ്റവും ഒടുവിൽ ചൈനയുടെ ചാരക്കപ്പലിനുള്ള അനുമതി നിഷേധിച്ചതുവരെ ആ ഒരു ഇന്ത്യ ശ്രീലങ്ക ബന്ധം വളർന്നിരിക്കുകയാണ്. ശ്രീലങ്കയിൽ ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കളി കളിച്ചു. അതിൻ്റെ അപ്പുറം കളി അവിടെ നമ്മൾ കളിച്ചു. സ്വാഭാവികമായിട്ട് ശ്രീലങ്കയിലെ ചൈനയുടെ സ്വാധീനം കുറഞ്ഞു. അവർക്ക് അവിടെ കപ്പൽ അടുപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. മാത്രമല്ല, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കരമാർഗം സാധ്യമാകാൻ കഴിയുന്ന ഒരു ഗതാഗത സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ രാം സേതു എന്ന് പറയുന്നത് ഏൻഷ്യൻ ടൈംസിൽ ഇന്ത്യയും ലങ്കയും തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ഒരു പാതയാണെന്നും അതേ മാതൃകയിൽ ഒരു റോഡ് മാർഗമുള്ള ഒരു പാത നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ചുള്ള പഠനമൊക്കെ ഇന്ന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുകയാണ്. മാത്രമല്ല, ടൂറിസം രംഗത്തും രണ്ട് രാജ്യങ്ങളും വളരെ സഹകരിച്ച് മുന്നോട്ട് പോവാണ്. കാരണം ചരിത്രപരമായ ഒരുപാട് ടൂറിസവുമായി ബന്ധപ്പെട്ട്, അത് ആത്മീയ ടൂറിസം അടക്കം അവിടെ ഒരു ബന്ധം ഇന്ത്യ ലങ്ക തമ്മിലുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ ഇന്ത്യ ശ്രീലങ്കയിൽ കൂടുതൽ ശക്തി നേടുന്നതാണ് നമ്മൾ കണ്ടത്. നേപ്പാളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. KP ശർമ്മ ഒലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിലക്കെടുത്തുകൊണ്ട് നേപ്പാളിനെ ഇന്ത്യക്കെതിരെ തിരിക്കാനായിട്ട് ചൈന ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ നേപ്പാൾ അവരുടെ മാപ്പിൽ ഉൾപ്പെടുത്തുന്നത് വരെയൊക്കെ അതെത്തി. പക്ഷെ KP ശർമ്മ ഒലി ഇപ്പോൾ എവിടെയാണ്? ഒലിച്ചുപോയി എന്നുള്ളതാണ് സത്യം. ഒലിയെ കാണാനേ ഇല്ല അവിടെ. മുഖ്യധാര രാഷ്ട്രീയത്തിൽ അദ്ദേഹം അപ്രസക്തനായി അധികാരത്തിൽ നിന്ന് പുറത്തു വേണ്ടി വന്നു. ഇന്ന് ഇന്ത്യൻ അനുകൂലമായ ഒരു ഭരണകൂടം നേപ്പാളിൽ വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ ചൈന അവരുടെ അനുകൂലമായ ഒരു ഭരണകൂടം കൊണ്ടുവരാൻ ശ്രമിക്കും, ഇന്ത്യ അതിനെ തകർത്ത് ഇന്ത്യൻ അനുകൂല ഭരണകൂടത്തെ കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിക്കും. സോ ഈ ഒരു പൊളിറ്റിക്കൽ ഗെയിം ഇന്റർനാഷണലി ഗ്ലോബലി നടക്കുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ നമ്മൾ അവിടെ ചൈന ഇങ്ങോട്ട് വന്ന് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പരാതി പറയുന്നതിനപ്പുറം കൗണ്ടർ ചെയ്തിട്ട് ഇങ്ങോട്ട് ഒരു പണി തരുമ്പോൾ അത് എട്ടായിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇന്ത്യ പയറ്റുന്നത്. ഇപ്പോൾ നേപ്പാളിലും ലങ്കയിലും ഇന്ത്യൻ അനുകൂല ഭരണകൂടമാണ്. ഭൂട്ടാനിൽ കുറെ കാലമായിട്ട് ഇടപെടാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭൂട്ടാനെ ഇന്ത്യ ഇങ്ങ് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്, ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ. അതുകൊണ്ട് തന്നെ അവിടെ ചൈനയുടെ ഒരു കളിയും നടക്കുന്നില്ല. ബംഗ്ലാദേശിൽ ചൈന സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഇന്ത്യ അവിടെ കൃത്യമായി ഇടപെടുകയും ബംഗ്ലാദേശിനെയും ഇന്ത്യക്കൊപ്പം നിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിൽ ചൈനയ്ക്കും ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷെ ഒരു നേരിയ മുൻതൂക്കം അവിടെയും ഇന്ത്യക്ക് തന്നെയാണ്. സോ ഇന്ത്യൻ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ അവിടെ താല്പര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടം, ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യക്ക് എതിരായിട്ടൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ചൈനയെ പിണക്കാതെ ഒപ്പം നിർത്തുന്നുമുണ്ട്. സോ അങ്ങനെ ഒരു ലെവലിൽ അവിടവും ഇന്ത്യക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പാകിസ്ഥാൻ ഓൾറെഡി ചൈനയുടെ ഒരു സാമന്ത രാജ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അവരെ ചൈന വിലക്കെടുത്ത് കഴിഞ്ഞു. പാകിസ്ഥാനെ നമുക്ക് വിടാം.
ഇനി ഇറാനിലാണെങ്കിലും ഇന്ത്യയുടേതായ ഇൻഫ്ലുവൻസ് ഉണ്ട്, ചൈനയ്ക്കുമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നയതന്ത്ര ബന്ധമൊക്കെ സ്ഥാപിച്ച് ചൈന താലിബാനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചൈനയെ വിശ്വാസത്തിലെടുക്കാൻ താലിബാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. താലിബാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കാനുള്ള താല്പര്യമുണ്ട് താനും. അപ്പൊ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലും ചൈനയ്ക്ക് പൂർണ്ണമായി പിടിമുറുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ഒരു ചെറിയ വിളിക്കായി കാത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ. ഇന്ത്യ ഒന്ന് സമ്മതം മൂളിയാൽ ഇവിടെ നയതന്ത്ര കാര്യാലയം തുടങ്ങാനും ഇന്ത്യയുമായി ബന്ധം മെച്ചപ്പെടുത്താനും അവർ റെഡിയാണ്. പലതവണ അവരുടെ നേതാക്കൾ തുറന്നത് പറയുകയും ചെയ്തു. മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് അവർ നേരിടുന്ന ഭീഷണിയെ മറികടക്കാൻ ഇന്ത്യയുടെ സൗഹൃദം ആവശ്യമാണെന്ന് അഫ്ഗാനിലെ താലിബാന് നന്നായിട്ട് അറിയാം. പാകിസ്ഥാനും ചൈനയും ഒറ്റക്കെട്ടാണെന്നും അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലും ചൈനയ്ക്ക് വേണ്ടത്ര ഇടപെടാനൊന്നും കഴിയുന്നില്ല. ഇനി മാലിദ്വീപിലേക്ക് വന്നാൽ ഈ അടുത്ത കാലത്ത് പൊളിറ്റിക്കലി ഗ്ലോബൽ പൊളിറ്റിക്സിനകത്ത് ചൈനയ്ക്ക് ഒരു മേൽക്കൈ നേടാൻ പറ്റിയത് മുഹമ്മദ് മുയ്സുവിനെ ആന്റി ഇന്ത്യ ക്യാമ്പയിനിലൂടെ അധികാരത്തിലെത്തിക്കാൻ മാലിദ്വീപിൽ സാധിച്ചു എന്ന കാര്യത്തിൽ മാത്രമാണ്. പക്ഷെ അവിടെ തന്നെ പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് മുയ്സുവിന്റെ കസേര തെറിക്കും എന്നുള്ളതാണ് ഒരു റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി. അവിടെയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇന്ത്യൻ അനുകൂല പാർട്ടികളാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ടൊരു മറു ഗെയിം അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് തുടർന്ന് പോവുകയാണെങ്കിൽ വൈകാതെ KP ശർമ്മ ഒലിക്കും രാജപക്സേക്കും ഒക്കെ സംഭവിച്ച അത് തന്നെ മുഹമ്മദ് മൊയ്സുവിനും സംഭവിക്കും. മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് പോലും അവർ അപ്രസക്തമായി പോകാനുള്ള സാധ്യത പോലുമുണ്ട്. അപ്പോൾ മാലിദ്വീപിലും ഇന്ത്യയുടെ സ്വാധീനം തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറുതും വലുതുമായ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയുടേതായ ഇൻഫ്ലുവൻസ് ഉണ്ട്. ചൈനയുടെ മൂക്കിന്റെ തുമ്പിൽ കിടക്കുന്ന ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ വ്യാപാര പങ്കാളി മാത്രമല്ല, പ്രതിരോധ പങ്കാളി കൂടിയാണ്. നമ്മുടെ അടുത്തുനിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന കരാറ് ഫിലിപ്പൈൻസ് ഒപ്പിട്ടിട്ടുണ്ട്. ആ ബ്രഹ്മോസ് മിസൈൽ വൈകാതെ തന്നെ ഇന്ത്യ പൂർണ്ണമായി കൈമാറുകയും ചെയ്യും. അപ്പോൾ അത്രയും ക്ലോസ് റിലേഷൻ നമുക്ക് ഈ ഫിലിപ്പൈൻസുമായിട്ടുണ്ട്. തായ്വാനുമായിട്ട് ഇന്ത്യ അനൌദ്യോഗികമായ ബന്ധം നല്ല രീതിയിൽ തന്നെ പുലർത്തി വരികയാണ്. ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വിയറ്റ്നാമുമായിട്ട് ഇന്ത്യക്കും മികച്ച ബന്ധമാണുള്ളത്. ജപ്പാൻ ചൈനയുടെ ഒരു പ്രധാന എതിരാളിയാണ്, ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണ്. സൗത്ത് കൊറിയയുമായിട്ടും ചൈനയ്ക്ക് ബന്ധമുണ്ട്. പക്ഷേ സൗത്ത് കൊറിയ നയതന്ത്രപരമായി ഇന്ത്യയോടും അമേരിക്കയോടും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. തായ്ലൻഡ്, മലേഷ്യ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്തോനേഷ്യ, സിംഗപ്പൂര്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലും ഇന്ത്യയുടേതായ ഇൻഫ്ലുവൻസ് ഉണ്ട്. സിംഗപ്പൂരിൽ ചൈനയ്ക്ക് കുറച്ചധികം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയെ ഒരിക്കലും വിശ്വസിക്കില്ല. സൗത്ത് ചൈന കടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവരൊരിക്കലും പൂർണ്ണമായി ചൈനയോട് അടുക്കാനും പോകുന്നില്ല. മാത്രമല്ല ഈ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യൻ വംശജരുമുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഈ ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ പല ഭാഗങ്ങളും ഇന്ത്യയുടേതായിരുന്നു. അത് ഈ പറയുന്ന മലേഷ്യ ആയിക്കോട്ടെ, തായ്ലൻഡ് ആയിക്കോട്ടെ, ഇന്തോനേഷ്യ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളുടെ എല്ലാം ഒരുപാട് ഭൂപ്രദേശങ്ങൾ ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ബോണ്ട് കൂടി ഈ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഈ രാജ്യങ്ങളൊന്നും ചെയ്യാനും പോകുന്നില്ല. ഒരു പരിധി വിട്ട് പോകത്തേയില്ല, അത് കൺഫേം ആണ്. അപ്പൊ ചൈന അവരുടെ ഇൻഫ്ലുവൻസ് റീജിയണിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിനെ തടഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സ്വാധീനം അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഈ ഒരു ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയില് ഇന്ത്യയും ചൈനയും വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമാണിത്. ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് പോയാലും ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് രാജ്യമാണ്. ഇനി അവിടെ തന്നെ സൗദി അറേബ്യ ഇന്ത്യയുമായും ചൈനയുമായും ഒരുപോലെ നല്ല ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും സൗദിക്ക് ഇന്ത്യയുമായിട്ട് വ്യാപാര രംഗത്തടക്കം കുറെ കൂടി ശക്തമായ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. UAE ചൈനയുമായിട്ടുള്ളതിനേക്കാളും മികച്ച ബന്ധം പുലർത്തുന്നത് ഇന്ത്യയുമായിട്ടാണ്. വളരെ ക്ലോസ് റിലേഷനാണ് ഇന്ത്യയുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒമാനും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ഇനി കുവൈറ്റ് അടക്കമുള്ള, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ പിണക്കിയിട്ട് ഒന്നും ചെയ്യാൻ ഈ രാജ്യങ്ങൾ തയ്യാറാവുകയില്ല. എന്നാൽ യമൻ പോലെയുള്ള ചില രാജ്യങ്ങളിൽ നമുക്കറിയാം രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ ശരിയല്ല, അവിടെ പരസ്പരം തമ്മിലടി നടക്കുകയാണ്. അത്തരം രാജ്യങ്ങളിലാണ് ചൈന ഇറാന്റെ സഹായത്തോടെയൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നത്. അതിനപ്പുറം മിഡിൽ ഈസ്റ്റിലും ഇന്ത്യക്ക് നല്ല സ്വാധീനമുണ്ട്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തി വരുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ചൈനയെക്കാളും മികച്ച ബന്ധം ഇന്ത്യക്കാണ്. ചൈനയെ വെസ്റ്റേൺ രാജ്യങ്ങൾ ഇപ്പോഴും അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഷി ജിൻപിങ് ഈ ഫ്രാൻസുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പോലും അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. സോ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഇന്ത്യയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അവർ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതും കാണണം. പ്രത്യേകിച്ച് ഋഷി സുനക് UK പ്രൈം മിനിസ്റ്ററും കൂടിയാകുമ്പോൾ ഇന്ത്യ ബ്രിട്ടൻ ബന്ധവും വളരെ സ്ട്രോങ് ആണ്.
ഇറ്റലിയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം നരേന്ദ്രമോദിയുമായിട്ട് മികച്ച സൗഹൃദം പുലർത്തുന്ന ഒരു ലീഡർ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള സൗഹൃദം വളരെ വൈറലായിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അയർലൻഡ്, ജർമ്മനി, അതുപോലെ തന്നെ പോർച്ചുഗൽ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഇന്ത്യ റീസെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയാലും ഇന്ത്യ വിശ്വാസത്തിന്റെ പ്രതീകമാണ് അവിടെ. ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അനുദിനം ഇന്ത്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചൈനയ്ക്ക് വളരെ ശക്തമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. അവിടേക്കാണ് ഇന്ത്യ കടന്നു കയറി സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു മത്സരം ഇന്ന് പ്രകടമാണ്. ഇനി നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോയാലും അമേരിക്കയെ കടത്തിവിടാത്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇന്ത്യക്കും ചൈനയ്ക്കും അവിടെ അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒരു ബലാബല മത്സരം നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കിയാലും ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒരു മത്സരത്തിന്റെ ഭാഗമാണ് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം. ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചൈന നമ്മുടെ അയൽ രാജ്യങ്ങളിൽ വരുന്നു, സ്വാധീനം ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഭയമോ ആശങ്കയോ ഒന്നും അല്ല ഉള്ളത്. ചൈന അത് ചെയ്താൽ അതിനെ കൗണ്ടർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ആ പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ജയശങ്കർ വളരെ കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയാണ് നടത്തിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.